സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. നമസ്തേ. ഹേ മമ പ്രിയ ഛാത്രഃ, ഷഷ്ഠീ കക്ഷ്യ സപ്തമഃ പാഠഃ ശാസ്ത്രോപാസകः അച്യുതപിഷാരടി. ഷഷ്ഠീ കക്ഷ്യ 6ാം ക്ലാസ്. സപ്തമഃ പാഠഃ 7ാമത്തെ പാഠം. ശാസ്ത്രോപാസകः അച്യുതപിഷാരടി. ശാസ്ത്രോപാസകനായിട്ടുള്ള അച്യുതപിഷാരടി എന്നാണ് പാഠത്തിൻ്റെ ശീർഷകം. ശാസ്ത്രോപാസകൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ ഉപാസിച്ച, അതിന് ആ ശാസ്ത്രം എന്തു പറയുന്നു എന്ന് നോക്കി അതിൻ്റെ ഉപാസനയായിട്ട് ജീവിക്കുന്ന ഒരു മഹാനാണ്. മഹാനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അച്യുതപിഷാരടി. ശാസ്ത്രോപാസകഃ അച്യുതപിഷാരടി. അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ പേരുകളാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അത് പിന്നെ നമുക്ക് നോക്കാം. വിദ്വജ്ജന സേവയാ ശാസ്ത്ര അധ്യയനേന അധ്യാപനേന ച പ്രസിദ്ധഃ കേരളീയ പണ്ഡിതഃ ആസീത് അച്യുതപിഷാരടി മഹാശയഃ. അസ്യ ജീവനകാലഃ 16 ശതാബ്ദഃ. സ്വയം സംസ്കൃതപണ്ഡിതേഷു പ്രാമാണികः ആസീത്. മലപ്പുറം ജില്ലായാः തിരൂരസ്ഥേ തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനെ 45-പഞ്ചദശതമേ വർഷേ അയം ഭൂജാതഃ. ബാല്യേ ഏവ അച്യുതഃ വ്യാകരണാദിഷു വേദാംഗേഷു വൈദ്യശാസ്ത്രേ ച പാണ്ഡിത്യം പ്രാപ്തവാൻ. ജ്യോതിഷം ഗണിതം ച തസ്യ ഇഷ്ടവിഷയൗ ആസ്താം. ഗോളദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയഃ, കരണോത്തമഃ, പ്രവേശകഃ ഇത്യാദയഃ തസ്യ പ്രശസ്താः രചനാः. സപ്തമഃ പാഠഃ ശാസ്ത്രോപാസകः അച്യുതപിഷാരടി. അനേകം മഹാപുരുഷന്മാരുടെ ജന്മം കൊണ്ട് പവിത്രമായ നാടാണ് നമ്മുടേത്. വ്യാസൻ, ഭാസൻ, കാളിദാസൻ തുടങ്ങിയവർ ഈ പുണ്യഭൂമിയിലാണ് ജന്മം കൊണ്ടത്. അങ്ങനെയുള്ള മഹാത്മാക്കളിൽ ഒരാളായ ശ്രീ അച്യുതപിഷാരടിയെ കുറിച്ചുള്ള പാഠമാണ് ഇവിടെ ഉള്ളത്. മഹാന്മാരുടെ ജീവചരിത്ര പഠനം നമുക്ക് ശ്രേയസ്കരം കൂടി ആണ്. ശാസ്ത്രോപാസകഃ അച്യുതപിഷാരടി. വായിക്കണം. വിദ്വജ്ജന സേവയാ ശാസ്ത്രാധ്യയനേന അധ്യാപനേന ച പ്രസിദ്ധഃ കേരളീയ പണ്ഡിതഃ ആസീത് അച്യുതപിഷാരടി മഹാശയഃ. അസ്യ ജീവനകാലഃ 16 ശതാബ്ദഃ. സ്വയം സംസ്കൃതപണ്ഡിതേഷു പ്രാമാണികः ആസീത്. മലപ്പുറം ജില്ലായാः തിരൂരസ്ഥേ തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനെ 45-പഞ്ചദശതമേ വർഷേ അയം ഭൂജാതഃ. ബാല്യേ ഏവ അച്യുതഃ വ്യാകരണാദിഷു വേദാംഗേഷു വൈദ്യശാസ്ത്രേ ച പാണ്ഡിത്യം പ്രാപ്തവാൻ. ജ്യോതിഷം ഗണിതം ച തസ്യ ഇഷ്ടവിഷയൗ ആസ്താം. ഗോളദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയഃ, കരണോത്തമഃ, പ്രവേശകഃ ഇത്യാദയഃ തസ്യ പ്രശസ്താः രചനാः. പാഠം വായിക്കുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പദച്ഛേദം ചെയ്ത് പോകാം. സപ്തമഃ പാഠഃ 7ാമത്തെ പാഠം. ശാസ്ത്രോപാസകः അച്യുതപിഷാരടി. വിദ്വജ്ജന സേവയാ
ശാസ്ത്രാധ്യയനേന അധ്യാപനേന ച പ്രസിദ്ധः കേരളീയ പണ്ഡിതः ആസീത് അച്യുതപിഷാരടി മഹാശയः. ഇവിടെ ശാസ്ത്രാധ്യയനം, ശാസ്ത്രത്തിൻ്റെ അധ്യയനമാണ് ശാസ്ത്രാധ്യയനം, ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം, അധ്യാപനം. അപ്പോൾ വിദ്വജ്ജന സേവയാ, വിദ്വജ്ജനങ്ങളെ സേവ കൊണ്ടും, വിദ്വജനങ്ങളുടെ സേവ കൊണ്ടും, ശാസ്ത്ര അധ്യയനേന, ശാസ്ത്രം അധ്യയനം ചെയ്തും പഠിച്ചും, അതേപോലെ തന്നെ അധ്യാപനേന, ശാസ്ത്രം അധ്യാപനം ചെയ്തിട്ടും. അധ്യയനം എന്ന് പറഞ്ഞാൽ പഠനമാണ്, അധ്യാപനം എന്ന് പറഞ്ഞാൽ പാഠനമാണ്, പഠനം എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്, പാഠനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലാണ്. ശാസ്ത്രാധ്യയനേന അധ്യാപനേന ച പ്രസിദ്ധ കേരളീയ പണ്ഡിത, ഒരു കേരളീയ പണ്ഡിതനായിരുന്നു അച്യുതപിഷാരടി മഹാശയ, അച്യുതപിഷാരടി എന്ന മഹാൻ. അസ്യ ജീവനകാല, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഷോഡശ ശതാബ്ദ, ഷോഡശ ശത 16-ാം നൂറ്റാണ്ട് ആയിരുന്നു. സ്വയം സഹ അയം സംസ്കൃത പണ്ഡിതേഷു പ്രാമാണികഃ ആസീത്, അദ്ദേഹം സംസ്കൃത പണ്ഡിതരിൽ പ്രാമാണികത്വം എടുത്തു പറയത്തക്ക ഒരാളായിരുന്നു. മലപ്പുറം ജില്ലായ തിരൂരസ്ഥെ തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനെ, മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനത്തിൽ പഞ്ചചത്വാരിംശതുത്തര പഞ്ചശതതമേ, പഞ്ചചത്വാരിംശത് വലത്തേ അറ്റത്തുനിന്ന് ഒറ്റ സ്ഥാനത്തു നിന്നാണ് കൊണ്ട് വായിക്കുന്നത്. പഞ്ചചത്വാരിംശത് 40, 45 അധിക പഞ്ചശതം 500 അധിക സഹസ്രം, പഞ്ചചത്വാരിംശതുത്തര പഞ്ചശതതമേ. അപ്പോൾ നമ്മളവിടെ അങ്ങനെ ഈ തരത്തിലും പറയാം. പഞ്ചദശശതം എന്ന് പറഞ്ഞാൽ 1500, 1500, 1545 ആണ് അദ്ദേഹം ജനിച്ചത്. 545 വർഷേ അയം ഭൂജാതഃ. അപ്പോൾ ഒറ്റ സ്ഥാനത്തുനിന്ന് ഇങ്ങനെ ഓരോരോ അക്കങ്ങൾ പറഞ്ഞു പോവാണ്. പഞ്ച, പിന്നെ 4 10 ചത്വാരിംശത് അധിക പഞ്ചദശ ശതം, അല്ലെങ്കിൽ പഞ്ചശത 500 1000 1545 അദ്ദേഹം ജനിച്ചു. ഭൂജാതഃ ബാല്യേ ഏവ അച്യുതഃ വ്യാകരണാദിഷു വേദാംഗേഷു വൈദ്യശാസ്ത്രേ ച പാണ്ഡിത്യം പ്രാപ്തവാൻ. ബാല്യത്തിൽ തന്നെ അദ്ദേഹം വ്യാകരണാദിഷു, വ്യാകരണം തുടങ്ങിയ വേദാംഗങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് നല്ല അറിവുള്ള ആളായിരുന്നു. ജ്യോതിഷം ഗണിതം ച തസ്യ ഇഷ്ടവിഷയോ ആസ്താം, ജ്യോതിഷവും ഗണിതവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങളായിരുന്നു. ഗോളദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയ, കരണോത്തമ, പ്രവേശക ഇവ തുടങ്ങിയവ തസ്യ പ്രശസ്താഹ രചനാഹ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രഖ്യാതമായ കീർത്തികേട്ട രചനകളാണ്. അടുത്ത ഖണ്ഡിക. വ്യാകരണശാസ്ത്രാധ്യയനെ നാരായണഭട്ടപാദഃ അച്യുതപിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. ജീവനം സമ്പൂർണം ഉപാസനായ സമർപ്പിതോയം മനീഷി ഏകവിംശത്യുത്തര ഷോഡശശതതമേ വർഷേ ദിവംഗതോ അഭവത്. യദ്യപി പണ്ഡിതോയം ഇഹ ജഗതി അസ്യ അദ്യ ന വർത്തതെ, തഥാപി അസ്യ യശഃ ശാശ്വതം സ്ഥാസ്യത്യേവ. എല്ലാവരും വായിക്കണം. വ്യാകരണശാസ്ത്രാധ്യയനെ നാരായണഭട്ടപാദഃ അച്യുതപിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. സ്വജീവനം സമ്പൂർണം ഉപാസനായ സമർപ്പിതോയം മനീഷി ഏകവിംശത്യുത്തര ഷോഡശശതതമേ വർഷേ ദിവംഗതോഭവത്.
യദ്യപി പണ്ഡിതോയം ഇഹ ജഗതി അദ്യ ന വർത്തതെ തഥാപി അസ്യേഷഃ ശാശ്വതം സ്ഥാസ്യത്യേവ. വ്യാകരണശാസ്ത്രാധ്യയനെ, ശാസ്ത്രത്തിൻ്റെ അധ്യയനമാണ് ശാസ്ത്രാധ്യയനം. വ്യാകരണശാസ്ത്രം അധ്യയനം ചെയ്യുന്നതിൽ നാരായണ ഭട്ടതിരി എന്നും പറയും. അദ്ദേഹം നാരായണീയത്തിൻ്റെ കർത്താവാണ് നാരായണ ഭട്ടപാദർ. അച്യുതപിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. അദ്ദേഹം അച്യുതപിഷാരടി മഹോദയൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു. സ്വജീവനം സമ്പൂർണ്ണം, തൻ്റെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവനും വാഗുപാസനായ, വാക്കിനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട്, വാഗ്ദേവതാ ഉപാസനായ, വാഗ്ദേവതയെ ഉപാസിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സരസ്വതി ഉപാസനയ്ക്ക് വേണ്ടി സമർപ്പിതോയം മനീഷി, സമർപ്പിക്കപ്പെട്ട ഈ മനീഷി, അതായത് ഭാഷാശാസ്ത്രത്തിലും എല്ലാം തന്നെ വളരെയധികം ബുദ്ധിശാലിയായ മനീഷിയായ ഇദ്ദേഹം സമർപ്പിതഃ അയം മനീഷി ഏകവിംശത്യുത്തര ഷോഡശതമേ, 1,020 എന്ന് പറഞ്ഞാൽ 1621 വർഷേ ദിവംഗതോ അഭവത് എന്ന് പറഞ്ഞാൽ സ്വർഗം പ്രാപിച്ചു. ദിവംഗതഃ അഭവത്. യദ്യപി പണ്ഡിതോയം ഇഹ ജഗതി അദ്യ ന വർത്തതെ. ഇന്ന് ആ പണ്ഡിതൻ അച്യുതപിഷാരടി മഹോദയൻ ഇന്ന് ജീവനോടെ ഇല്ല എങ്കിലും, യദ്യപി തഥാപി ഒന്നിച്ചർത്ഥം പറയുമ്പോൾ എങ്കിലും, അസ്യ ഏഷഃ ശാശ്വതം സ്ഥാസ്യത്യവ. അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തി ഈ ലോകമുള്ള കാലത്തോളം സ്ഥാസ്യതി ഏവ, അതാണ് സ്ഥാസ്യത്യവ, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. പഠന പ്രവർത്തനങ്ങൾ. പാഠഭാഗം ഉച്ചൈഹി വാചയതോ, ഒരു തവണ കൂടി നമുക്ക് വായിക്കാം. ശ്രദ്ധേയാഃ അംശാഃ, ആശയാവബോധഃ, ആശയം മനസ്സിലാക്കത്തക്ക രീതിയിൽ. ഉചിതസ്ഥാനേ യതി, വേണ്ട സ്ഥലത്ത് നിർത്തണം. ഉച്ചാരണ സ്പഷ്ടത, ഉച്ചാരണം നല്ല സ്ഫുടമാകണം. പാഠഭാഗം പഠിത്വ യാവത് ശക്യം പ്രശ്നാൻ നിർമ്മായ പ്രശ്നോത്തര കേളിയും പ്രചാലയതു. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നോത്തര കേളി നടത്തുക. ഈ പ്രശ്ന സൂചകമായ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഹ, കിം, കുതഹ, കുത്ര, കിമർത്ഥം എന്നെല്ലാം ചോദ്യസൂചകമായ പദങ്ങളാണ്. ശ്രദ്ധേയാഃ അംശഃ പ്രശ്നവാചക ശബ്ദാനാം ഉപയോഗഃ. ആശയബന്ധിത, ആശയം കൂടി അതിനോട് ചേരണം. സമഗ്രത പൂർണ്ണമാകണം. പ്രശ്നവാചക ശബ്ദങ്ങൾ: കിം എന്ത്, കുത്ര എവിടെ, കതി എത്ര, കഥാ എപ്പോൾ, കുതഹ എന്തുകൊണ്ട്, എവിടെ നിന്നെന്ന് അർത്ഥം പറയാം, കഥം എന്തിനു വേണ്ടി, കിമർത്ഥം എന്തിനു, കഥം എപ്രകാരം, കിമർത്ഥം എന്തിനു വേണ്ടി. ഇതെല്ലാം ഉപയോഗിച്ച്, ഈ പ്രശ്നവാചക ശബ്ദങ്ങൾ ഉപയോഗിച്ച്, ചോദ്യസൂചകമായ പദങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ, ചെറിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി കളി നടത്തുക. പ്രശ്നോത്തര കേളി. അധികവാചനാംശം പഠിത്വ ഉദാഹരണാനുസാരം സംഖ്യാം അക്ഷരൈഹി ലിഖതു. ഇത് വായിച്ചു നോക്കുക. ഈ സംഖ്യകൾ 1950 എന്നാണ്. 1950 ആണ്. അതായത് 50 എന്ന് പറഞ്ഞാൽ 50, ഒറ്റ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ 50 എടുത്ത് 50 അധിക പ്ലസ് അധിക 900 900 900 1000. 900 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1900 1950. 50 എന്ന് പറഞ്ഞാൽ 50 അധിക 900 900, അതിനോട് കൂടിയിട്ട് ഒരു സഹസ്രം കൂടി 1000 1950. പിന്നെ
രണ്ടാമത്തത് 2015 അല്ല 2015 2015 15 ഈ ഒറ്റ സ്ഥാനത്തു നിന്നാണ് അക്കങ്ങൾ തുടങ്ങി പറയേണ്ടത്. പഞ്ച ഒറ്റ സ്ഥാനത്ത് അക്കം പഞ്ചാണ്, 5ആണ്. പഞ്ച പിന്നെ ദശയാണ്, 10ആണ്. പഞ്ചദശ ഉത്തര പഞ്ചദശത്തോടു കൂടിയ ഒരു ദ്വിസഹസ്രം. പഞ്ചദശം അധികം 15ഉം ഒരു ദ്വിസഹസ്രവും 2015. 1940 ചത്വാരിംശത് അവിടെ നിന്നാണ് എടുക്കേണ്ടത്. ചത്വാരിംശത് 40 ചത്വാരിംശത് അധിക അതിനോട് കൂടിയിട്ട് നവശത 900 ഉത്തര സഹസ്രം ഒരു സഹസ്രവും 900ഉം സഹസ്രവും എന്ന് പറഞ്ഞാൽ 1900 അതിനോട് 40ഉം 1940. അടുത്തത് 1857 1857 ആദ്യം എടുക്കുക. സപ്ത പഞ്ചാശതധിക അഷ്ടശത ഉത്തര സഹസ്രം. സപ്ത പഞ്ചാശതധിക അഷ്ടശത ഉത്തര സഹസ്രം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാം? അഷ്ടശത ഉത്തര സഹസ്രം എന്നും പറയാം, അഷ്ടാദശ ശതം എന്നും പറയാം. അഷ്ടാദശ ശതം എന്ന് പറഞ്ഞാൽ 1800ആണ്. 1800 എന്ന് പറഞ്ഞാൽ 1847 1847. അടുത്തത് 120ആണ്. വിംശത്യധിക ശതം. വിംശതി 20ആണ്. വിംശത്യധിക ശതം. അടുത്തത് 180ആണ്. 80 അശീത്തി. അശീത്യധിക ശതം. നമ്മൾ 30 വരെ പഠിച്ചു. പിന്നെ ചത്വാരിംശത് പഞ്ചാശത് ഷഷ്ടി സപ്തതി അശീതി നവതി ശതം വരെ പഠിച്ചിട്ടുണ്ട്. അടുത്തത് 1947ആണ്. സ്വാതന്ത്ര്യം ലഭിച്ച വർഷം അല്ലേ? 1947 സപ്ത ചത്വാരിംശതധിക നവശതോത്തര സഹസ്രം അല്ലെങ്കിൽ സപ്ത ചത്വാരിംശതധിക നവദശശതം അങ്ങനെയും പറയാം. അടുത്തത് 1956 ആണ്. 6 ഒറ്റ സ്ഥാനത്തു നിന്നാണ് അക്കം തുടങ്ങുന്നത്. ഷഡ് പഞ്ചാശതധിക ഷഡ് 6 ഷഡ് പഞ്ചാശത് 56 അധിക നവശത ഉത്തര സഹസ്രം. ഇത് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. അടുത്തത് ഉദാഹരണം ദൃഷ്ട യദ്യപി തഥാപി ഇതി പ്രയോഗം അവഗമ്യ വാക്യാനി പരിവർത്തിയ ലിഖതോ. അത് പാഠഭാഗത്തിലുണ്ടായിരുന്ന യദ്യപി തഥാപി, അതുപോലെ ഈ വാക്യം യദ്യപി തഥാപി ചേർത്തിട്ട് പറയാം. ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട് മോഹനഃ പഠനേ അസമർത്ഥഃ മോഹനഃ ചതുരംഗക്രീഡായാം സമർത്ഥഃ അസ്തി. അത് യദ്യപി തഥാപി വെച്ചിട്ട് യദ്യപി മോഹനഃ പഠനേ അസമർത്ഥഃ തഥാപി മോഹനൻ പഠനത്തിൽ അസമർത്ഥനാണെങ്കിലും സാമർഥ്യമില്ല എങ്കിലും ഒന്നിച്ചാണ് യദ്യപി തഥാപി ഒന്നിച്ച് എങ്കിലും എന്ന് പറയണം. ചതുരംഗക്രീഡായാം സമർത്ഥഃ അസ്തി അവന് ചതുരംഗക്രീഡ അറിയാം, അവൻ സമർത്ഥനാണ്. ചതുരംഗക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെസ്സ് അല്ലേ? ഗീത സംഗീതം ന പഠിതവതി ഗീത സമ്യക് ഗായതി. അത് യദ്യപി തഥാപി വെച്ചിട്ട് എഴുതണം. യദ്യപി ഗീത സംഗീതം ന പഠിതവതി തഥാപി. യദ്യപി ആദ്യം വെച്ച് നടുവിൽ തഥാപി വെച്ചു. യദ്യപി ഗീത സംഗീതം ന പഠിതവതി തഥാപി ഗീത സമ്യക് ഗായതി. ഗീത സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും അവൾ നന്നായി പാടുന്നു. ആകാശേ ശ്യാമമേഘാഃ സന്തി ശ്യാമമേഘാഃ ന വർഷന്തി. അത് യദ്യപി തഥാപി വെച്ചിട്ട് യദ്യപി ആകാശേ ശ്യാമമേഘാഃ സന്തി തഥാപി ശ്യാമമേഘാഃ ന വർഷന്തി. ആകാശത്തിൽ മഴക്കാറ് ഉണ്ട് എങ്കിലും മഴ പെയ്യുന്നില്ല. അടുത്തത് ഗോപാലഃ ദരിദ്രഃ അസ്തി ഗോപാലഃ ദാനം കരോതി. ഗോപാലൻ ദരിദ്രനാണെങ്കിലും ദാനം ചെയ്യുന്നു എന്നാണ് ആക്കേണ്ടത്. യദ്യപി ഗോപാലഃ ദരിദ്രഃ തഥാപി
യദ്യപി ഗോപാലः ദരിദ്രः अस्ति തഥാപി ഗോപാലः ദാനം കരോതി. കോഷ്ടാത് സമുചിത പദാനി ചിത്വ ജീവചരിത്രം രചയതു. നാരായണ ഭട്ടൻ്റെ ജീവചരിത്രം ഇങ്ങനെ എഴുതാനാണ് പറയുന്നത്. 1560 ഷഷ്ട്യധിക പഞ്ചശതാധിക സഹസ്രം അല്ലെങ്കിൽ പഞ്ചശതോത്തര സഹസ്രം തമേ വർഷേ പൊന്നാനി ജനപദേ മേൽപ്പത്തൂർ ഗൃഹേ ശ്രീനാരായണഭട്ടപാദः അസ്യ മാതൃദത്തः പയ്യൂർ ഭവനസ്ഥ ചാസ്താം. സഹ മഹാശയः സംസ്കൃതഭാഷായാം ഡാഷ് ആസീത് നാരായണീയം പ്രക്രിയ സർവസ്വം ധാതുകാവ്യം ചേതി അനേന വിരചിതാः സന്തി. അനവദ്യൈः അനേകൈः ഗ്രന്ഥൈः ഗൈർവാണീം ആരാധിതവാനയം 50-60 വർഷേ സഹ ദിവംഗതഃ. പഞ്ചാശതധിക അവിടെ ബ്രാക്കറ്റിൽ കോഷ്ടത്തിൽ ചേർത്തിട്ടുണ്ട്. പഞ്ചശതാധിക ഷഡ്ശതോത്തര സഹസ്രം 50-50 പഞ്ചാശതധിക ഷഡ്ശതോത്തര സഹസ്ര തമേ വർഷേ സഹസ്ര 50-50 ഷഡ്ശതോത്തര സഹസ്ര ഷഷ്ട്യധിക പഞ്ചശതോത്തര സഹസ്ര മാതാപിതാ ഗ്രന്ഥാः ദിവംഗതः ജനിമലഭത പണ്ഡിതः. നാരായണ ഭട്ടപാദനെ കുറിച്ചുള്ള ഒരു രചനയാണത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ശ്രദ്ധേയः അംശാः പദാനാം അനുയോജ്യത. വേദാംഗങ്ങൾ ഏതെല്ലാമാണെന്നാണ് പറയുന്നത്. വേദങ്ങൾ ഏതൊക്കെയാണ്? വേദങ്ങൾ 4 ഋക്ക് യജുസ് സാമം അഥർവം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നമ്മുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ആ വേദങ്ങളുടെ പഠനത്തിന് വളരെയധികം സഹായകമാണ് വേദാംഗങ്ങൾ. വേദാംഗങ്ങൾ 6 എണ്ണമാണ്. അതേതെല്ലാമാണ്? ശിക്ഷ, ഒന്നുകൂടെ പറയാം. ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, നിരുക്തം, ശിക്ഷ, വ്യാകരണം. ഇതാണ് വേദാംഗങ്ങൾ. ഒരു തവണ കൂടി പറയാം. ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, നിരുക്തം, ശിക്ഷ, വ്യാകരണം. ഇതാണ് വേദാംഗങ്ങൾ. ശിക്ഷ ഇതിലെഴുതിയത് വേറൊരു തരത്തിലാണ്, ഏതായാലും കുഴപ്പമില്ല. ശിക്ഷ, കൽപ്പഃ, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദഃ എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത്. അടുത്തത് ഛന്ദഃ പാദൗ തു വേദസ്യ ഹസ്തൗ കൽപ്പോധ പഠ്യത്തെ ജ്യോതിഷാമയനം ചക്ഷു നിരുക്തം ശ്രോത്രമുച്യത്തെ ശിക്ഷാഘ്രാണം തു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാത് സാംഗമധീത്യൈവ ബ്രഹ്മലോകേ മഹീയത്തെ. ഛന്ദഃ പാദൗ തു വേദസ്യ. വേദം എന്നാൽ ചതുർവേദങ്ങൾ, അവയുടെ പാദമാണ്
ഒരു ഒരു നമ്മൾ ഒരു വേദപുരുഷനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വേദപുരുഷൻ്റെ, വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, അതൊരു പുരുഷ രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വേദത്തിൻ്റെ രണ്ട് പാദങ്ങളാണ് ഛന്ദസ്. പാദം മനുഷ്യന് മുഖ്യമല്ലേ, ഛന്ദസ്. അതിൻ്റെ ഹസ്തൗ കൽപ്പോധ പഠ്യത, ഹസ്തം, രണ്ട് ഹസ്തങ്ങളാണ് വേദാംഗത്തിൽ. കൽപ്പത്തിന് നേരത്തെ ഛന്ദഃ പാദൗത്തു വേദസ്യ, വേദത്തിൻ്റെ പാദമാണ് ഛന്ദസ് എന്ന് പറഞ്ഞ പോലെ ഹസ്തമാണ് കൽപ്പം, രണ്ട് കൈകളാണ് കൽപ്പം. ജ്യോതിഷാമയനം ചക്ഷുസ്, കണ്ണാണ് ജ്യോതിഷം, നേത്രമാണ് ജ്യോതിഷം. നിരുക്തം ശ്രോത്രം ഉച്യതേ, അതിൻ്റെ ശ്രോത്രമാണ് ചെവി, ശ്രോത്രമാണ് നിരുക്തം. ശിക്ഷാഘ്രാണം തു വേദസ്യ, അതിൻ്റെ ഘ്രാണത്തിനുള്ള അവയവം നാസികയാണ് ശിക്ഷ. മുഖം വ്യാകരണം സ്മൃതം, അതിൻ്റെ മുഖമാണ് ഏറ്റവും ഉത്തമാംഗമായിട്ടുള്ള ആ ശിരസ്സിലുള്ള അവയവങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല പല ഹസ്തവും പാദവും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ മുഖം, വേദാംഗത്തിലെ വ്യാകരണം അതിൻ്റെ മുഖമാണ്. എല്ലാം സർവ്വ അംഗം പ്രധാനപ്പെട്ടതാണ്. വേദാംഗങ്ങൾ 6 വേദപഠനത്തിന് അത്യാവശ്യമാണ്. തസ്മാ സംഗമധീത്യൈവ, അതുകൊണ്ട് ഈ സംഘം വേദാംഗങ്ങൾ അധീത്യ ഏവ, പഠിച്ചിട്ടു മാത്രമേ, അല്ലെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ ബ്രഹ്മലോകേ മഹീയതേ, നമുക്ക് ശാശ്വതമായ ഒരു ബ്രഹ്മലോകം, അതിൽ പോലും നമുക്ക് പ്രകാശത്തിനുള്ള, നമ്മൾ ശോഭിക്കാനുള്ള ഒരു വഴി വേദപഠനം മാത്രമല്ല, വേദപഠനത്തിൻ്റെ കൂടെ വേദാംഗ പഠനവും കൂടി ബ്രഹ്മലോകത്തിൽ ഏറ്റവും പ്രശംസ അർഹിക്കുന്നുണ്ട്. ബ്രഹ്മലോകത്തിൽ മഹീയസാണ്, ഏറ്റവും മഹത്തരമാണ് വേദാംഗ പഠനം. അപ്പോൾ ഛന്ദഃ പാദൗത്തു വേദസ്യ, ഛന്ദസ് വേദത്തിൻ്റെ പാദങ്ങളും, ഹസ്തൗ കൽപ്പോധ പഠ്യത, കൽപ്പം ഹസ്തങ്ങളും, ജ്യോതിഷാമയനം ചക്ഷു, അതിൻ്റെ കണ്ണാണ് ജ്യോതിഷം. അതിൻ്റെ ശ്രോത്രമാണ് നിരുക്തം, അതിൻ്റെ ഘ്രാണമാണ് ശിക്ഷ, അതിൻ്റെ മുഖമാണ് വ്യാകരണം എന്ന്. അപ്പോൾ സർവാംഗങ്ങളും പ്രധാനപ്പെട്ടതാണ്, ഈ വേദാംഗങ്ങളിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തസ്മാ സാംഗമധീത്യൈവ, ആ വേദാംഗത്തോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ വേദാംഗങ്ങൾ അധീത്യായവ, പഠിച്ചെങ്കിൽ മാത്രമേ ബ്രഹ്മലോകത്തിൽ പോലും പ്രകാശം അല്ലെങ്കിൽ തേജസ്, ശോഭ ഉണ്ടാവുകയുള്ളൂ. ബ്രഹ്മലോകേ മഹീയതേ, ബ്രഹ്മലോകത്തിൽ പോലും വിരാജിക്കണമെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കണം എന്ന് പറയണം. സംസ്കൃത സംഖ്യ നമ്മൾ കഴിഞ്ഞ തവണ 100 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തൊന്ന് കാണിച്ചു തരാം. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ സപ്തദശ അഷ്ടാദശ നവദശ, അല്ലെങ്കിൽ ഏകോനവിംശതി, വിംശതി, ഏകവിംശതി, ദ്വാവിംശതി, ത്രയോവിംശതി, ചതുർവിംശതി, 24, പഞ്ചവിംശതി, ഷഡ്വിംശതി, സപ്തവിംശതി, അഷ്ടാവിംശതി, നവവിംശതി, ഏകോനത്രിംശത്, ഏകത്രിംശത്, ദ്വാത്രിംശത്, ത്രയസ്ത്രിംശത്, ചതുർത്രിംശത്, പഞ്ചത്രിംശത്, ഷഡ്ത്രിംശത്, സപ്തത്രിംശത്, അഷ്ടാത്രിംശത്, നവത്രിംശത്, ഏകോനചത്വാരിംശത്, ചത്വാരിംശത്, ഏകചത്വാരിംശത്, ദ്വയത്വാരിംശത്, ത്രിചത്വാരിംശത്, ചതുർചത്വാരിംശത്, പഞ്ചചത്വാരിംശത്, ഷഡ്ചത്വാരിംശത്, സപ്തചത്വാരിംശത്, അഷ്ടാചത്വാരിംശത്, നവചത്വാരിംശത്,
അല്ലെങ്കിൽ ഏകോന പഞ്ചാശത് പഞ്ചാശത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശേഷം ഈ ഭാഗം ഒന്ന് കാണിച്ചു പോകാം. അങ്ങനെ താഴോട്ട് വായിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ താഴെ ചതുസപ്തതി കഴിഞ്ഞാൽ പിന്നെ ചതുസപ്തതി എന്ന് പറഞ്ഞാൽ ചതുസപ്തതി എന്ന് പറഞ്ഞാൽ 74 74 വായിക്കണോ? പഞ്ചാശത് ഏകപഞ്ചാശത് ദ്വിപഞ്ചാശത് ത്രിപഞ്ചാശത് ചതുർപഞ്ചാശത് പഞ്ചപഞ്ചാശത് ഷഡ്പഞ്ചാശത് സപ്തപഞ്ചാശത് അഷ്ടപഞ്ചാശത് നവപഞ്ചാശത് ഷഷ്ടി ഏകഷഷ്ടി ദ്വിഷഷ്ടി ത്രിഷഷ്ടി ചതുഷ്ഷഷ്ടി പഞ്ചഷഷ്ടി ഷഡ്ഷഷ്ടി സപ്തഷഷ്ടി അഷ്ടഷഷ്ടി നവഷഷ്ടി സപ്തതി ഏകസപ്തതി ദ്വിസപ്തതി ത്രിസപ്തതി ചതുസ്സപ്തതി പഞ്ചസപ്തതി ഷഡ്സപ്തതി സപ്തസപ്തതി അഷ്ടസപ്തതി നവസപ്തതി. അല്ലെങ്കിൽ ഏകോന അശീതി, അശീതിക്ക് 1 കുറവ്, 80 1 കുറവ്, അശീതി 80, ഏകാശീതി ദ്വാശീതി ത്രയോശീതി ചതുർശീതി പഞ്ചാശീതി സപ്താശീതി അഷ്ടാശീതി നവാശീതി. അല്ലെങ്കിൽ ഏകോന ശതം. നവതി, ഏകോന നവതി എന്നല്ലേ പറയണ്ടത്, ഏകോന ശതം എന്നാണ്. അപ്പോൾ ശതത്തിൽ 1 കുറവ് എന്നല്ലേ അവിടെ വരുള്ളൂ, 90 എത്തണുള്ളൂ. ഏകോന നവതി, നവാശീതി 89 നവതി. അല്ലെങ്കിൽ ഏകോന നവതി, ഏകാനവതി ദ്വാനവതി ത്രയോനവതി ത്രിനവതി ചതുർനവതി പഞ്ചനവതി ഷഡ്നവതി സപ്തനവതി അഷ്ടാനവതി സപ്തനവതി അഷ്ടാനവതി നവനവതി. അവിടെയാണ് ഏകോന ശതം. അപ്പോൾ ആ പാഠഭാഗത്തിൽ കുറേ സംഖ്യകൾ ശതപര്യന്തം സംഖ്യാഹ വയം പഠാമഹ. വളരെ വേഗതയിലാണ് പോയിട്ടുള്ളത്, ക്ഷമിക്കണം. നമ്മൾ പാഠഭാഗം ഒന്നുകൂടെ വായിക്കാം. സപ്തമഃ പാഠഃ ശാസ്ത്രോപാസകഃ അച്യുതപിഷാരടി. അച്യുതപിഷാരടിയുടെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ. പ്രവേശകഃ കർണോത്തമഃ സ്ഫുടനിർണയഃ ജാതകാഭരണം ഗോളദീപിക. വിദ്വജനങ്ങളെ സേവിക്കുന്നതിലൂടെയും ശാസ്ത്രാധ്യയനേന, ശാസ്ത്രം അധ്യയനം ചെയ്തിട്ടും ശാസ്ത്രപഠനത്തിലൂടെയും അധ്യാപനത്തിലൂടെയും ച പ്രസിദ്ധഃ കേരളീയ പണ്ഡിതഃ. കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതനായിരുന്നു അച്യുതപിഷാരടി മഹാശയഃ. അസ്യ ജീവനകാലഃ ഷോഡശ ശതാബ്ദഃ, 16-ാം നൂറ്റാണ്ട്. സ്വയം സംസ്കൃത പണ്ഡിതേഷു പ്രാമാണികഃ ആസീത്. പ്രാമാണികത്വം അല്ലെങ്കിൽ മുഖ്യസ്ഥാനം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലായാഹ തിരൂരസ്ഥെ തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനെ. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ പിഷാരദ് ഭവനത്തിലാണ് പഞ്ചചത്വാരിംശോത്തര പഞ്ചദശശതതമേ 1545 അദ്ദേഹം ജനിച്ചു. ഭൂജാതഃ ബാല്യത്തിൽ തന്നെ അച്യുതഃ വ്യാകരണാദിഷു വേദാംഗേഷു വൈദ്യശാസ്ത്രേ ച പാണ്ഡിത്യം പ്രാപ്തവാൻ. അദ്ദേഹം നല്ല അറിവുള്ളവനായിരുന്നു, ഗണിതത്തിലും എല്ലാം തന്നെ, ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും വ്യാകരണത്തിലും ഒക്കെ. ജ്യോതിഷം ഗണിതം ച ഇഷ്ടവിഷയോ ആസ്താം. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങളായിരുന്നു. ഗോളദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയഃ, കരണോത്തമഃ, പ്രവേശകഃ ഇത്യാദയഃ തസ്യ പ്രശസ്താഃ രചനാഃ. ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകൾ. വ്യാകരണശാസ്ത്രാധ്യയനത്തിൽ നാരായണഭട്ടപാദഃ, ശ്രീനാരായണഭട്ടതിരി, മേൽപ്പത്തൂർ നാരായണഭട്ടതിരി അച്യുതപിഷാരടി മഹോദയസ്യ, അച്യുതപിഷാരടിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു, ശിഷ്യനായിരുന്നു. സ്വജീവനം, സ്വന്തം ജീവിതം സമ്പൂർണ്ണം വാഗുപാസനായ, സമ്പൂർണമായിട്ടും വാഗ്ദേവതയെ ഉപാസിക്കാൻ വേണ്ടി സമർപ്പിത അയം മനീഷി, ഈ ബുദ്ധിമാൻ, ഈ പണ്ഡിതൻ. ഏകവിംശത്യുത്തര ഷോഡശശതതമേ, ഏകവിംശത്യുത്തര
1821 വർഷേ ദിവംഗതോഭൂത്, സ്വർഗം പ്രാപിച്ചു. യദ്യപി പണ്ഡിതഃ അയം ഇഹ ജഗതി അദ്യ നവർത്തേ, അദ്ദേഹം ആയിരുന്നു, ഈ ലോകത്തിലില്ലെങ്കിലും ഇന്നും അസ്യ യശഃ ശാശ്വതം സ്ഥാസ്യത്യവ, അദ്ദേഹത്തിൻ്റെ യശസ് ചിരം ഈ ലോകത്ത് നിലനിൽക്കും. പിന്നെ ഇവിടെ ഒരു വർക്ക് നാരായണ ഭട്ടപാദിനെ പറ്റിയിട്ട് എഴുതാത്തതുണ്ട്, അത് അവിടെ കിടന്നോട്ടെ, ഇത് പിന്നെ എഴുതാം. അപ്പോൾ ഈ പാഠം ഇവിടെ സമാപിക്കുകയാണ്. കുറച്ച് നല്ലൊരു പാഠമാണ്. നമ്മുടെ മഹാന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഈ പഠിക്കുന്നതുകൊണ്ട് അനേകം മഹാത്മാക്കൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്. അവരെല്ലാം നൽകിയിട്ടുള്ള നല്ല സംഭാവനകളെ കൊണ്ട് തന്നെയാണ് ഈ ഭാരതം ഇന്നും അതിൻ്റെ യശസ്സോട് കൂടിയിട്ട് അങ്ങനെ ശോഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ജനതയ്ക്ക് അത് ശ്രേയസ്കരം തന്നെ ആണ്. നമുക്ക് അതെല്ലാം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.